Special greetings to you all in the most loving and precious name of our only Lord and Savior Jesus Christ of Nazareth. I also praise and thank God for His wonderful name is being glorified here. Wonderful surrounding, a spacious room to worship the Lord, and above all, the wonderful presence of God in our midst. സന്തോഷമുള്ള ദൈവമക്കളെല്ലാം ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്ന നിമിഷം തൊട്ട് നിങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, സ്തുതി, ആരാധന, റൈറ്റ് ഫ്രം ദ പാട്ടുകൾ പാടിയ ബ്രദർ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടുകൊണ്ടിരുന്നു. എനിക്ക് ഒരു കാര്യം ഉറപ്പായി, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല. ഇത്ര അനുഗ്രഹീതമായ ഒരു ആരാധന, സന്തോഷമുള്ള ദൈവമക്കൾ, പ്രാർത്ഥനയോട് കടന്നു വന്നിരിക്കുന്ന ദൈവജനം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, സ്തോത്രം. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഇന്ന് പ്രസംഗിക്കണമെന്നില്ല, അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് തോന്നിപ്പോകുന്നു. അത്ര സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ സത്യത്തിൽ എനിക്ക് യാതൊരുവിധമായ യോഗ്യതയുമില്ല. ഞാനൊരു ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. സത്യം അറിയാം എന്ന് ചിന്തിച്ചുകൊണ്ട് സത്യത്തെ അറിയാതെ ജീവിച്ച ഒരു വ്യക്തി, വിഗ്രഹങ്ങളെ സേവിച്ചു വന്നവനാണ്. ആ ഒരു കുടുംബത്തിലിരുന്ന് റൂത്ത് എങ്ങനെ ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിലേക്ക് കടന്നു വന്നുവോ, അതുപോലെ ഏഴയാടിയനും എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുവാനും ചില സഹോദരന്മാർ കൂടി കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ഈ സത്യത്തെ അറിയുവാനും ഈ സത്യത്തിൽ കടന്നു വരുവാനും ദൈവം എനിക്ക് ഈ ഭാഗ്യം തന്നു. നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മകൾ മേഴ്സി കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നു. അപ്പോൾ കുഞ്ഞിനെയും കൊച്ചുമക്കളെയും കാണുവാൻ ഇവിടെ കടന്നു വന്നതാണ്. വന്ന സമയത്ത് ഇങ്ങനെ ഒരു ഭാഗ്യം കൂടി അടിയനക്ക് ലഭിച്ചല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ പ്രിയവത്സമ ഇവിടെ ഉണ്ട്, എൻ്റെ മരുമകൻ ബെവിൻ മോൻ ഇവിടെ ഉണ്ട്, കൊച്ചുമക്കൾ സിമിയോനും സാരാമോളും ഇവിടെ ഉണ്ട്. മേഴ്സി ജോലിക്ക് പോയിരിക്കുന്നത് കൊണ്ട് ഇന്ന് വരുവാൻ കഴിഞ്ഞില്ല. അടിയങ്ങളെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. ദൈവമക്കൾ വളരെ വളരെ ദാഹത്തോടും വിശപ്പോടുമായിരിക്കും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ഒന്ന് നമുക്ക് ചെയ്യാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മോട് ഇടപെടട്ടെ, സംസാരിക്കട്ടെ, നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് ഉയരത്തിലേക്ക് കൺകളെ ഉയർത്തിക്കൊണ്ട് കൺകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഈ ഉപവാസ ദിവസത്തിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ എത്ര പേരിവിടെ കടന്നു വന്നു എന്നല്ല, എൻ്റെ കർത്താവ് ഞങ്ങളുടെ മധ്യയിൽ ഉള്ളതിനായി സ്തോത്രം. ഇവിടെ 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നു, അവരുടെ മധ്യേ ഞാൻ ഉണ്ട് എന്ന വാക്ക് നൽകിയ ദൈവം ഞങ്ങളോട് ഉള്ളതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കട്ടെ. ദൈവം ഞങ്ങളോട് ആമേൻ ഇടപെടണം, സംസാരിക്കണം. ഓരോരുത്തരെയും കർത്താവെ അനുഗ്രഹിക്കുകയും ഏഴയായ അടിയനെ, ബലഹീനനായ അടിയനെ
അവിടുത്തെ കുരിശിൻ്റെ മറവിലെ മറച്ചുകൊള്ളണമേ. പൊന്നുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്നത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗം അല്ലെങ്കിൽ ഒരു വചനം വെളിപ്പാട് പുസ്തകം 21-ാമത്തെ വചനം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. നമുക്കെല്ലാം അറിയാമല്ലോ, മണവാട്ടി എന്നുള്ളത് സഭയാണ്. ഈ ഭർത്താവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ക്രിസ്തുവാണ്. വെളിപ്പാട് പുസ്തകം 19:7 നമ്മൾ വായിക്കുന്ന പോലെ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിവാഹം, മണവാട്ടി, മണവാളൻ എന്നൊക്കെ പറയുമ്പോൾ പ്രാരംഭമായി ഒരു 2 ലോകപരമായ വിവാഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ആത്മീയ വിവാഹത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 വിവാഹങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. സമയം കുറവാണല്ലോ. ഒന്ന് ഇവിടെ നടന്നത്, ഇനിയൊന്ന് ഇന്ത്യയിൽ നടന്നത്. ഒന്ന് നടന്നത് 1981 ജൂലൈയിലാണ്. മറ്റത് നടന്നത് കഴിഞ്ഞ വർഷം, അതായത് 2024 ജൂലൈയിലാണ്. 43 വർഷങ്ങൾക്ക് ശേഷം. 1981 ജൂലൈയിൽ നടന്നത് ചാൾസിൻ്റെയും ഡയനയുടെയുമാണ് വിവാഹം. ഇന്നത്തെ രാജാവ്. ദൈവത്തിന് സ്തോത്രം. ഡയനയുടെ വിവാഹ ഗൗണിൽ ഏതാണ്ടും 10,000 വിലയേറിയ മുത്തുക്കൾ പതിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ചെലവ് 500 കോടിയോളം ചെലവായിട്ടുണ്ട്. ഒന്നല്ല, രണ്ടല്ല, 500 കോടി. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ഇന്ത്യയിൽ നടന്ന ഒരു വിവാഹം, മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹം. അത് ജൂലൈ 2024 Any problem? No. Okay. മുകേഷ് അംബാനി നിങ്ങളെല്ലാം കേട്ട് കാണും. ഇന്ത്യയിലല്ല, ഏഷ്യയിൽ വെച്ച് ഏറ്റവും വലിയൊരു പണക്കാരനാണ്. മുകേഷ് അംബാനിയുടെ ഭാര്യ നീത അംബാനിയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, അതിൻ്റെ വില തന്നെ 400 കോടി രൂപയാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ കോസ്റ്റ്ലിയസ്റ്റ് മൊബൈൽ ഫോണാണ് അവർ ഉപയോഗിക്കുന്നത്. സൂപ്പർനോവ, ഗോൾഡ് പ്ലേറ്റഡും ഡയമണ്ട് പതിച്ചതുമാണ്. 400 കോടിയാണ്. അപ്പോൾ അവരുടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചൻ്റെയും വിവാഹം നടന്നു. ചെലവ് 5000 കോടി രൂപ. സ്തോത്രം. നോർമലി ഇന്ത്യൻ ബ്രൈഡൽ മേക്കപ്പിന് സാധാരണ ഒരു മേക്കപ്പിന് ഒരു 10,000 rupees ആകും. പിന്നെ കുറച്ചുകൂടി കൂടിയതാണെങ്കിൽ 50,000 ഉണ്ട്. പക്ഷേ എന്നാൽ ഈ നമ്മൾ കേട്ട ഈ വിവാഹങ്ങൾക്കെല്ലാം ലക്ഷങ്ങളിലെല്ലാം കോടികൾ അവർ മുടക്കിയിട്ടുണ്ട് മണവാട്ടിയെ അലങ്കരിക്കുവാൻ. എന്നാൽ നമ്മളിവിടെ വായിച്ചത് പുത്തൻ യെരൂശലേം അല്ലെങ്കിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, ഈ വിശുദ്ധ മണവാട്ടി ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിലിരുന്നു വന്നു. ഒന്നാമത് ഈ മണവാട്ടി അലങ്കരിച്ചത് ഭർത്താവിനായി ആയിരുന്നു.
ലോകത്തെ കാണിക്കുവാനല്ല, തങ്ങൾക്ക് എത്ര സ്വത്തുണ്ട് എന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാനുമല്ല. എന്നാൽ അവൾ അലങ്കരിച്ചത് ഭർത്താവിനായിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അലങ്കാരം ഒന്ന് ക്രിസ്തുവിനായിരിക്കണം, രണ്ട് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം, മൂന്ന് അവൻ്റെ നാമ മഹത്വത്തിനായിരിക്കണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പം നമ്മുടെ അലങ്കാരം ഈ ലോകത്തെ കാണിക്കുവാനല്ല, മറ്റുള്ളവരെ കാണിക്കുവാനുമല്ല, പക്ഷേ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. ഇത് വലിയ വിഷയമാണ്. എങ്കിലും ഒരു തോതിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഒരു ചില കാര്യങ്ങളെ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യങ്ങളെ മാത്രമാണ് ഇന്ന് അടിവരയിട്ട് ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവൾ അലങ്കരിച്ചവളായിരുന്നു. രണ്ട്, അവൾ ഒരുങ്ങിയവളായിരുന്നു. ഒന്ന് അലങ്കാരം, ഇനിയൊന്ന് ഒരുക്കം. ഒന്ന് അഡോൺഡ്, അടുത്തത് പ്രിപ്പയർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഗ്രീക്കിൽ ഈ അഡോൺഡ് എന്നുള്ള ഈ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് കോസ്മേയോ എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാമല്ലോ, ഈ കോസ്മോസ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം, യൂണിവേഴ്സ്. പിന്നെ അഴക് സാധനങ്ങൾ, അവിടെ എഴുതിയിരിക്കും കോസ്മെറ്റിക്സ് ഡിവിഷൻ. ഇപ്പോൾ കോസ്മെറ്റിക്സ് ഇതെല്ലാം ഇതിലിരുന്ന് വന്ന വാക്കുകളാണ്. കോസ്മേയോ എന്ന് പറയുമ്പോൾ ടു അഡോൺ അല്ലെങ്കിൽ ഡെക്കറേറ്റ് എന്നുള്ള അർത്ഥമാണ്. പ്രിപ്പയർഡ് എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ ഹെഡോയിമാസോ എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ടു മേക്ക് റെഡി അല്ലെങ്കിൽ ടു ഗെറ്റ് പ്രിപ്പയർഡ് അല്ലെങ്കിൽ പ്രിപ്പയർഡ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അലങ്കാരം എന്താണ്, വിശുദ്ധ സഭ അങ്ങനെ എത്തി വെച്ച് കഴിഞ്ഞാൽ നാം എങ്ങനെ അലങ്കരിക്കണം, നമ്മെ എങ്ങനെ നാം ഒരുങ്ങണം. കാരണം കർത്താവിൻ്റെ വരവ് ആസന്നമായി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രിയ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്കായി ഒരു സ്ഥലം ലഭിച്ചു കഴിഞ്ഞു എന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്കായി ഒരു സ്ഥലം സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരുക്കം കഴിയുമ്പോൾ ദൈവം മേഘാരൂഢനായി ഇറങ്ങി വരും, നമ്മെ വിളിക്കും, നാം പറന്നുയരും. ഇതിനെക്കാട്ടിലും സ്പേഷ്യസ് സ്ഥലത്തിലായിരിക്കും നമ്മൾ ആരാധിക്കാൻ പോകുന്നത്. അവിടെ മുഖാമുഖമായി അവനെ കണ്ടുകൊണ്ട് ആരാധിക്കും. അപ്പോൾ നാം അതിനായിട്ട് ഒരുങ്ങിയിരിക്കണം. അതിനായിട്ട് നമുക്ക് ഒരു അലങ്കാരം വേണം. എന്തൊക്കെയാണ് ആ അലങ്കാരങ്ങൾ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളൊക്കെ കേട്ട് കാണും. ഞാൻ പറയുന്നത് കട്ടി കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണല്ലോ. ഉപവാസ പ്രാർത്ഥന എന്നുള്ളത് നമ്മെ താഴ്ത്തുവാനും നമ്മെ ശുദ്ധീകരിക്കുവാനുമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 35:13 നാം വായിക്കുന്നത്, ഞാൻ ഉപവാസം കൊണ്ട് ആത്മതപനം ചെയ്തു. അപ്പോൾ നമ്മുടെ ആത്മതപനം അല്ലേ, ഇവിടെ ഒന്ന് നടക്കണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ അനുഗ്രഹത്തിനും എടുക്കപ്പെടുവാനും നമ്മെ ആമേൻ സ്തോത്രം ഒരുക്കുന്നതായിട്ടുള്ള വചനങ്ങളായിരിക്കുവാൻ ദൈവസന്നിധിയിൽ അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കാരണം നിങ്ങൾ ഒരുങ്ങുന്നത് പോലെ ഞാനും ഒരുങ്ങണം, നമ്മളെല്ലാവരും ഒരുങ്ങണമല്ലോ. ആമേൻ സ്തോത്രം. ഒന്നാമത് അലങ്കാരമായിട്ട് നമ്മൾ വായിക്കുന്നത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 61:10 ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. മണവാട്ടി അലങ്കരിക്കുവാനായിട്ട് അവിടെ ദൈവം കൊടുക്കുന്നത് രക്ഷാവസ്ത്രവും നീതി എന്ന അങ്കിയും. സങ്കീർത്തനം 149:4 നമ്മൾ വായിക്കുന്നത്, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രക്ഷാവസ്ത്രമാണ് ആദ്യത്തെ വസ്ത്രമെടുത്തി നാം അലങ്കരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ആദാം ഹവ്വയെക്കുറിച്ച് നമുക്ക് നല്ലപോലെ അറിയാം. ദൈവത്തിന് സ്തോത്രം. ആദാം ഹവ്വയെ ദൈവം സൃഷ്ടിച്ചു, ഏദെൻ തോട്ടത്തിലാക്കി വെച്ചു. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഈസ് ഫ്രീ. നല്ല ഒരു ഏദെൻ തോട്ടം, വേണ്ട സമയത്ത് എന്ത് വേണമെങ്കിലും, അത് ഓറഞ്ചോ ഗ്രേപ്സോ അല്ലെങ്കിൽ ആപ്പിളോ എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. എവറിത്തിങ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ.
സന്തോഷമായിട്ട് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുകയാണ്. ദൈവം പറഞ്ഞ് എന്ത് വേണമെങ്കിലും കഴിച്ചോ, ഒരു പ്രശ്നമില്ല. ഈ നടുക്കരിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഒരു ഫലം മാത്രം നീ തിന്നരുത്, അത് തിന്നുന്ന ദിവസം നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞു. അവിടെ ചില ചെറിയ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആദാം ജോലിക്ക് വേണ്ടി ഇറങ്ങി. അവൻ പറഞ്ഞു, ഹവേ, ഒരു 4 തെങ്ങിന് തടമെടുക്കാനുണ്ട്, പിന്നെ ചേനയ്ക്ക് ഒരു കുഴി കുഴിക്കാനുണ്ട്, ഒരു 1-1.5 മണിക്കൂറുടെ പണിയുണ്ട് കേട്ടോ. അച്ഛാ ഞാൻ വരണോ? ഓ വേണമെന്നില്ലാന്നേ, നീ റെഡിയാച്ചി അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അത് മതി കേട്ടോ. ഞാനങ്ങ് പോയി. ഇതൊക്കെ ഇവിടെ വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കരുത്. ഐ എം ജസ്റ്റ് ഡ്രമാറ്റൈസിങ് ദി ഇഷ്യൂസ് so that we understand the situation better, that's all, right? So അവൾ പറയുന്നു, ഓക്കെ അച്ഛാ എന്നാൽ പോയിട്ട് വാ, ഞാനേ എല്ലാം റെഡിയാക്കി വെക്കാം, കഞ്ഞിയും വയലും എല്ലാം റെഡിയാക്കി വെക്കാം കേട്ടോ. സ്തോത്രം. 2 പപ്പടം കൂടി വറുത്തിട്ടോടെ. ഓക്കെ, താങ്ക് യു, എന്നാൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. ആദാം പോയി. ആദാം അങ്ങോട്ട് പോയപ്പോൾ ഇവൾ ഇങ്ങോട്ട് തിരിഞ്ഞു. മൊബൈൽ ഫോണുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് മേടിച്ചു തന്നതാണ്, നല്ല കോസ്റ്റ്ലി മൊബൈലാണ്. നീത്താമ്പാനിയുടെ കയ്യിലുള്ളതുപോലെ അല്ലെങ്കിലും വേണ്ടതെല്ലാം അതിനകത്തുണ്ട്, കാണേണ്ടതെല്ലാം കാണാം. കയ്യിൽ മൊബൈൽ എടുത്തു. അവളിങ്ങനെ ടിക്ടോക്കും കണ്ടുകൊണ്ടിരിക്കുവാണ്. പുറകുന്ന ഒരാൾ വിളിക്കുന്നു, ഹവേ ഹവേ എന്ന് വിളിക്കുന്നു. ആരാ? അച്ഛൻ ജോലിക്ക് പോയിരിക്കുന്നു, ഒന്ന് സ്വസ്ഥതയുടെ മൊബൈൽ നോക്കാമെന്ന് ഓർത്തു. ആരാ എന്ന് വിളിക്കുന്നത്? പുറകെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വ്യക്തി, അറിയാമല്ലോ, സാത്താനാണ് വിളിച്ചത്. വിളിച്ചിട്ട്, ആരാ നിങ്ങൾ, എന്താ വേണ്ടത്? ഒന്നുമില്ല, ഈ പഴമൊന്നും ഇവിടെ ഉള്ളതെല്ലാം ഒന്നും തിന്നരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഓ അങ്ങനെയൊന്നുമില്ല എന്ന്. അവൾക്ക് ശ്രദ്ധിക്കാൻ പോലും സമയമില്ല, മൊബൈൽ നോക്കിക്കൊണ്ടാണ് അവൾ പറയുന്നത്. ഓ അങ്ങനെയൊന്നുമില്ല എന്ന്, എല്ലാം തിന്നാം, പക്ഷേ നടുക്ക വിളിക്കുന്നത് മാത്രം എന്താണെന്ന് വെച്ചാൽ അത് തിന്നുകയും ചെയ്യരുത്, മാത്രമല്ല തൊടുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. അത് മതിയല്ലോ അവനക്ക്. ദൈവത്തിന് സ്തോത്രം. അവൻ ഉടനെ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല കൊച്ചേ, നീ അത് തിന്നാൽ ദൈവത്തെ പോലെ ആകും. അവൾ പെട്ടെന്ന് മൊബൈലിൽ നിന്ന് മടക്കി വെച്ചു, ഒന്ന് തിരിഞ്ഞു നോക്കി. നാം ദൈവത്തെ പോലെ ആകുമോ? സാത്താൻ എങ്ങനെ വഞ്ചിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ആദാം ദൈവത്തിൻ്റെ പുത്രൻ. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലാണ് ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. അവിടെ കൊടുത്തിരിക്കുന്ന ആദാം ദൈവത്തിൻ്റെ പുത്രൻ. ഇപ്പോൾ ഇവിടെ ഒരുത്തൻ എന്ന് പറയുന്നു, ഈ പഴം തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന്. See how he is deceiving. സമയമില്ലല്ലോ. ഇവളെ എടുത്തു, തിന്നു. അച്ചായനും കൊണ്ടു കൊടുത്തു. അച്ഛാ എന്നാ, പിന്നെ ഭാര്യ കൊണ്ടു കൊടുത്തതല്ലേ, ഇത് എവിടുന്നാ എന്താ എന്നൊന്നും അവൻ ചോദിക്കുന്നില്ല. അവനും എടുത്ത് തിന്നു. കഥകളെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നീങ്ങുന്നില്ല. അവർ ദൈവകൽപ്പന ലംഘിച്ചു, പാപം ചെയ്തു. ഇപ്പോൾ പാപം ചെയ്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അപ്പം നേരത്തെ അടഞ്ഞിരിക്കുമായിരുന്നോ? അല്ല, ഇപ്പം ആത്മീക കണ്ണുകൾ അടഞ്ഞു, പുറമേയുള്ള കണ്ണ് തുറന്നു. പുറമേയുള്ള കണ്ണ് തുറന്നപ്പോൾ അവർക്ക് ആദ്യം മനസ്സിലായത് ഞാൻ ദൈവത്തെ പോലെ ആയി എന്നല്ല. അവർക്ക് ആദ്യം മനസ്സിലായെന്താണ്? നമ്മൾ നഗ്നരായി. നമ്മൾ എന്തെല്ലാമോ കാണിച്ചു കൂട്ടി ചെയ്യുന്നതെല്ലാം നമ്മളെ നഗ്നതയിലേക്ക് വഴിയെടുത്തുക അല്ല, നമ്മുടെ നഗ്നതയിലേക്കാണ് വഴിയെടുത്തുന്നത്. നമ്മുടെ ദൈവ തേജസ്സെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അവൻ നഗ്നതയിലേക്കാണ്, അവൻ നഗ്നനായി തീർന്നു. അവർക്ക് 2 പേർക്ക് മനസ്സിലായി നമ്മൾ നഗ്നരായി എന്ന്. നഗ്നരായി എന്ന് അറിഞ്ഞപ്പോൾ ഉടനെ അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തിയില കൊണ്ട് കൂട്ടി തുന്നി ഒരറിയാടെ ഉണ്ടാക്കി. ദൈവം വന്നു, കണ്ടു. അപ്പോഴേക്കും ഇത് ഉണങ്ങി വാടി വല്ലാതെ ഒരു പരുവത്തിലായി. വീണ്ടും നഗ്നത കാണാം. ഇവരൊരു വൃക്ഷത്തിൻ്റെ പുറകിൽ പോയി, മറവിൽ പോയി ഒളിഞ്ഞു നിന്നു. ദൈവം വിളിച്ചു. ഇവരുടെ അവസ്ഥയെല്ലാം കണ്ട ശേഷം ദൈവം എന്ത് ചെയ്തു? 3:21 നമ്മൾ വായിക്കുന്നു, ദൈവം അവർക്ക് തോല് കൊണ്ട് ഒരു ഉടുപ്പ് ഉണ്ടാക്കി ഉടുപ്പിച്ചു. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെയായി.
അതുകൊണ്ട് ഈ വചനം മാത്രമേ ഞാൻ കുറച്ച് പറഞ്ഞിട്ട് പിന്നെ ഞാൻ മറ്റുള്ള വസ്ത്രങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. 3:7 അവർ അധ്യയന കൊണ്ട് കൂട്ടിത്തുന്നി അരയാട് ഉണ്ടാക്കി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ 3:21 ദൈവം അവർക്ക് തോലുകൊണ്ട് ഉടുപ്പ് ഉണ്ടാക്കി ഉടുപ്പിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്? എനിക്കെന്തോ വല്ലാതെ തോന്നി. ഞാൻ വീണ്ടും 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 വായിച്ചു. അങ്ങനെ വായിച്ചപ്പോൾ ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്നത് ബനാലിയെ എന്നും പഹിനാദിയെ എന്നും, തമിഴിൽ വായിച്ചപ്പോൾ ഉണ്ട് പണ്ണിനാറുകൾ എന്നും ഉടുത്തിനാർ എന്നും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ മേഡ് ദംസെൽസ് എന്നും ക്ലോത്ത്ഡ് ദം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ ഞാൻ വായിച്ചപ്പോൾ ഉണ്ടാക്കി എന്നും ഉടുപ്പിച്ച് എന്നും കൊടുത്തിട്ടുണ്ട്. എന്താണ് എന്ന് ഓർത്ത് ഞാൻ ഹീബ്രുവിൽ നോക്കിയപ്പോൾ അവിടെ ഈ ഉണ്ടാക്കി എന്നുള്ളത് സ എന്നുള്ള വേർഡാണ്, ദറ്റ് ഈസ് മെയ്ഡ് എന്നുള്ളതും, അതേ സമയത്ത് ക്ലോത്ത് അല്ലെങ്കിൽ ഉടുപ്പിച്ചു എന്നുള്ളതും ബാഷ് എന്നുള്ള വേർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇതിനെല്ലാം കാരണം? അവിടെ ഉണ്ടാക്കിയെന്നും ഇവർ ഉടുപ്പിച്ചു എന്നും. ഇവൻ ഉണ്ടാക്കിയത് മാത്രമല്ല, ദൈവം ഉണ്ടാക്കി ഉടുപ്പിച്ചു. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ മനുഷ്യൻ തൻ്റെ നഗ്നതയെ മറയ്ക്കുവാൻ എന്തെല്ലാമോ കാണിച്ചു കൂട്ടുന്നു. ഒരു അറ്റത്തു നിന്ന് അവനത് മറച്ചുകൊണ്ടേ വരുമ്പോൾ അടുത്ത അറ്റം തുറന്നുകൊണ്ടേ വരികയാണ്. അവനെ കൊണ്ട് അവൻ്റെ നഗ്നത മൂടിമറയ്ക്കുവാൻ കഴിയുന്നില്ല. ദൈവമോ അവനിക്ക് ഉണ്ടാക്കിയത് മാത്രമല്ല, അവനെ ഉടുപ്പിച്ചു. അവൻ ഉടുപ്പിച്ചാൽ ഉടുപ്പിച്ചത് തന്നെയാണ്. പിന്നെ അത് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അവൻ മറച്ചാൽ മറച്ചത്. എന്നാൽ നാം മറയ്ക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ മറയ്ക്കാൻ ഒക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഏകനാമ ക്രിസ്തുനാമം, വേറെ ഒരു നാമമില്ല. വേറെ എവിടെയെല്ലാം പോയാലും എന്തെല്ലാം ചെയ്താലും എത്ര പാടിയാലും ആമേൻ സ്തോത്രം, എത്ര മല കയറിയിറങ്ങിയാലും നമുക്ക് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാനുള്ള ഏകനാമം ക്രിസ്തുനാമം മാത്രമേ ഉള്ളൂ. നമ്മുടെ പാപത്തിൽ നമ്മളെ മോചിക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിവുള്ള ഒരൊറ്റ ദൈവം അത് യേശു മാത്രമാണ്. ഒരു കാലത്തിൽ ഇതറിയാത്തവനായിരുന്നു ഞാൻ. ദൈവത്തിന് സ്തോത്രം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ ഭാവാത് പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതു സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം. എന്നാൽ ദൈവം പറഞ്ഞ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, വേറെ ഒരു വഴിയില്ല മകനെ. ഉള്ള ഒരൊറ്റ വഴി ഞാനാകുന്നു. രക്ഷിക്കുവാൻ കഴിവുള്ള ഒരൊറ്റ ദൈവം ക്രിസ്തുവാകുന്നു. നമ്മുടെ ദൈവം എത്ര നല്ലവൻ! നമ്മുടെ ലംഘനത്തെ മൂടി മറച്ചവൻ, നമ്മുടെ പാപത്തെ മൂടി മറച്ചവൻ, നമ്മുടെ നഗ്നതയെ മൂടി മറച്ചവൻ, നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ വീണ്ടെടുത്തവനായ ദൈവം അവൻ നമുക്ക് നൽകിയ വസ്ത്രമാണ് രക്ഷാവസ്ത്രം. പ്രിയപ്പെട്ടവരെ, അത് ഒരു നാളും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ഓട്ടത്തിൻ്റെ, നമ്മുടെ തിരക്കിൻ്റെ അവസ്ഥയിൽ ആമേൻ സ്തോത്രം, ഈ ബിസി 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 എന്ന ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബിസി എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു ബീയിങ് ആൻഡ് സാറ്റാൻസ് യോക്കെന്ന്. അപ്പോൾ ബീയിങ് ആൻഡ് യോക്ക് ഓഫ് സാറ്റാൻ. അപ്പോൾ ഈ ഓട്ടത്തിലെ നമ്മുടെ രക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് അലങ്കാരം. പുറമേയുള്ള അലങ്കാരമുണ്ടോ, അകമേയുള്ള അലങ്കാരമുണ്ടോ? ഒന്ന് നശിച്ചു പോകുന്നതാണ്, മറ്റത് നശിക്കാത്ത ഒരു അലങ്കാരമാകുന്നു. 1 പത്രോസ് 3:3-4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു, തലമുടി പിന്നുന്നത്, പൊന്നണിയുന്നത്, വസ്ത്രം ധരിക്കണ്ട എന്നല്ല, മിനുക്ക് വസ്ത്രങ്ങൾ. എന്നാൽ നശിക്കാത്ത അലങ്കാരം എന്നവിടെ നമ്മൾ വായിക്കുന്നത് സൗമ്യത, സാവധാനമായുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നമ്മൾ ഇത് തന്നെ 1 തീമോത്തിയോസ് 2-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ വെളുങ്ങനെ വായിക്കുന്നു. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലേറിയ വസ്ത്രം. എന്നാൽ ധരിക്കേണ്ടതോ യോഗ്യമായ വസ്ത്രം, ലജ്ജാശീലം. അതില്ലല്ലോ അനേകർക്ക്. ഇന്ന് ഓരോരുത്തരും ഇവിടെ നടക്കുന്നത് കണ്ടാൽ അറിയാം അവർക്ക് ലജ്ജയുണ്ടോ ഇല്ലയോ എന്ന്. സുബോധം അതില്ലാത്തവരാണ് ഇന്ന് അനേകരും. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത് കേട്ടോ, നിങ്ങൾ എന്നെ തെറ്റായിട്ട് എടുക്കരുത്.
നാലാമത്തത് സൽപ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൊന്ന്, വെള്ളി ഇതെല്ലാം നോബിൾ മെറ്റൽസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് അത് കൊറോസീവ് അല്ല. എന്നാൽ ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ, മലയാളത്തിലും 2 തമിഴിലും, അതായത് 3-ാം വാക്യത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിക്കും. ദ നോബിൾ മെറ്റൽ ഓൾസോ വിൽ റസ്റ്റ്. അത് കറ പിടിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനാണല്ലോ നമ്മൾ ഏറ്റവും പ്രാധാന്യം. ഇവിടെ ഞാൻ കണ്ടു ആരും അങ്ങനെ പൊന്ന് ധരിച്ച ആഭരണങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അതിനാണ് വില കൂടുതൽ. അതാണ് എല്ലാവരുടെ കഴുത്തിലുമുള്ളത് മറ്റുള്ളവർ കാണിക്കണം. പണ്ടൊരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു അമ്മച്ചി വന്നപ്പോൾ സ്തോത്രം, അവരുടെ 10 വിരലിലും മോതിരമുണ്ടായിരുന്നു. എല്ലാം വിലയേറപ്പെട്ട കല്ലുകൾ പതിച്ചതാണ്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാമു, എന്നെ രാമു എന്നാണ് വിളിക്കുന്നത്, രാമു ഇത് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി വിരൽ ഭദ്രം എന്ന് പറഞ്ഞു. എനിക്ക് വെളിയിൽ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം. പക്ഷെ നിങ്ങൾ ഈ 10 വിരലും കൊണ്ട് വെളിയിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ 10 വിരൽ കാണുമോ എന്ന് സംശയം. ആരെങ്കിലും മുറിച്ചുകൊണ്ട് പോകും. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 23-27 ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, കപടഭക്തിക്കാർ അവരെന്ത് ചെയ്യുന്നു? പുറമെ അഴകായി ശോഭിക്കുന്നു, അകമേ ആമേൻ അവരുടെ ഉള്ളിൽ എന്താണ് ഉള്ളത്? ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയുമുള്ള ആമേൻ അത് ശവക്കല്ലറയാകുന്നു. ഇന്ന് നമുക്ക് വേണ്ടത് പുറമേ ഉള്ള അലങ്കാരമല്ല, പിന്നെയോ നമുക്ക് വേണ്ടത് അകമേ ഉള്ള അലങ്കാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അല്പം കട്ടിക്കൂടുവോ എന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. പിന്നെ ഉറച്ച ധൈര്യം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ പ്രിയ സഹോദരൻ ഇവിടെ നിന്ന് പാട്ട് പാടിയപ്പോൾ ആദ്യത്തെ പാട്ടിൽ തന്നെ പറഞ്ഞു, എന്തെന്ന് ഞങ്ങൾ ചോദ്യം ചെയ്യത്തില്ല. അങ്ങനെയല്ലേ പാടിയത്? എന്താ എന്ന് ഞങ്ങളെ ചോദ്യം ചെയ്യത്തില്ല. ഞാൻ ഓർത്തു, സന്തോഷം. ചോദ്യം ചെയ്യത്തില്ലല്ലോ. സ്തോത്രം. ഇറങ്ങിപ്പോകുമ്പോൾ സഹോദര നന്നായി പ്രസംഗിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കും എനിക്ക് വേണ്ട, കൊള്ളത്തില്ല എങ്കിൽ അതും എന്നോട് പറയണ്ട. ഞങ്ങളൊന്നും ചോദിക്കത്തില്ലല്ലോ. ദൈവമേ നീ തന്നതാണല്ലോ. അതിനാണ് ഞാൻ പ്രാർത്ഥനയും അങ്ങനെ കയറ്റി വിട്ടത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിരിക്കാം, ദൈവമേ നീ സംസാരിക്കുകയെന്ന് ദൈവമാണ് പറഞ്ഞത്. അതുകൊണ്ട് വിഷമിക്കണ്ട, ഭാരപ്പെടേണ്ട. നമ്മൾ ചെയ്യേണ്ടതെല്ലാം തെറ്റിനെ വിടുക, നല്ലതിനെ സ്വീകരിക്കുക. മനസ്സിലായോ? അതുമാത്രം മതി. ഞാൻ രണ്ടും വെക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. പുറമേ ഉള്ള സൗന്ദര്യമല്ല, പുറമേ ഉള്ള കാണിച്ചുകൂട്ടലല്ല, എന്നിട്ട് അകമേ നാറിക്കിടക്കുന്ന അവസ്ഥയെക്കാട്ടിലും നല്ലത് അതൊന്നുമില്ലാതെ പുറമേ ശോഭിക്കുന്നതാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. മൂന്നാമതായിട്ട് ഒരു അലങ്കാരം, 1 പത്രോസ് 3:5 പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ചു, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. വിശുദ്ധ സ്ത്രീകൾ ആരാണ്? വെള്ളവസ്ത്രം ധരിച്ചാൽ വിശുദ്ധ സ്ത്രീകളാകുമോ? ഹല്ലേലൂയ പറഞ്ഞാൽ വിശുദ്ധ സ്ത്രീ ആകുമോ? നല്ലപോലെ പാട്ടുപാടിയാൽ വിശുദ്ധ സ്ത്രീകളാകുമോ? ഇവിടെ കൊടുത്തിരിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ. അപ്പം നമ്മുടെ പ്രത്യാശ ആരിലായിരിക്കണം? ദൈവത്തിലായിരിക്കണം. ദൈവത്തിലെ പ്രത്യാശ വെച്ച വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ അലങ്കരിച്ചു, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ഈ അനുസരണം എന്നുള്ളത് ഒരു അലങ്കാരമാണ്. ഇറ്റ്സ് നോട്ട് എ വീക്ക്നെസ്. അനുസരിക്കുക എന്നുള്ളത് ഒരു വീക്ക്നെസ് അല്ല, അതൊരു അലങ്കാരമാകുന്നു. സഹോദരിമാർ നോക്കുന്നു, ഇത് ബ്രദറായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞങ്ങളുടെ സഹോദരി ഇവിടെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അങ്ങനെ പറയത്തില്ല കേട്ടോ. സ്തോത്രം. വാസ്തവമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പക്ഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. ഒരു സൈഡഡ് അല്ല ഇത് 2 വേ ആണ്. അനുസരിച്ചാൽ സ്നേഹം കിട്ടും, സ്നേഹിച്ചാൽ അനുസരണം കിട്ടും. അതല്ല എങ്കിൽ അതുമില്ല ഇതുമില്ല, റോട്ടിൽ വരും, ഡൈവോഴ്സ് കേസാകും. അത് ജഡ്ജ് തീരുമാനിക്കും എന്താന്നുള്ളത്. അടുത്ത ഒരു അലങ്കാരം,
1 തീമോത്തിയോ 2:10 നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് സൽപ്രവൃത്തി കൊണ്ടുള്ള അലങ്കാരം. സൽപ്രവൃത്തി കൊണ്ടുള്ള അലങ്കാരം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. മത്തായി സുവിശേഷം 5:16 നമ്മൾ വായിക്കുമ്പോൾ, 14 തൊട്ട് വായിക്കുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ വെളിച്ചമാകുന്നു പറഞ്ഞിട്ടില്ലയോ? ഇപ്പോൾ നമ്മിൽ വെളിച്ചമുണ്ട് എന്ന് എങ്ങനെ മറ്റുള്ളവർക്ക് അറിയാം? ആരെങ്കിലും ഒരാൾ പറയാമോ? നമ്മിൽ വെളിച്ചമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാം? ദൈവം വെളിച്ചമാകുന്നു, അവൻ്റെ വെളിച്ചം നമ്മിൽ വന്നു, ഇപ്പോൾ നാം വെളിച്ചമുള്ളവരാകുന്നു. എന്നാൽ എന്നിൽ വെളിച്ചമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാം? അവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ സൽപ്രവൃത്തി കണ്ട് ദൈവനാമം മഹത്വപ്പെടണം. നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തി കണ്ട് വേണം നിങ്ങളിൽ വെളിച്ചമുണ്ട്, നിങ്ങളിൽ ദൈവമുണ്ട് എന്ന് മറ്റുള്ളവർ അറിയണം. ഈ ന്യൂകാസിലുള്ളവർ അറിയുന്നത് എങ്ങനെയാകുന്നു? നിങ്ങളിലുള്ള സൽപ്രവൃത്തി കണ്ടാണ്. നമ്മളിവിടെ ഒരു മുറിയെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ ആ ദൈവനാമം മഹത്വപ്പെടുന്നു, മറ്റുള്ളവർ അറിയുന്നു എന്ന് പറയാനൊക്കത്തില്ല. നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ അപ്പോഴാണ് അവർ നമ്മളെ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ സൽപ്രവൃത്തി കണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. ഇവർക്ക് എത്ര വലിയ കാറുണ്ട്, ഇവരെത്ര വലിയ സ്റ്റാറ്റസ് ഉള്ളവരാണ്, ഇവരുടെ പൊസിഷൻ എന്താണ് എന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ കോളർ പൊക്കി പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രശംസയല്ല. പിന്നെയോ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ സൽപ്രവൃത്തി കണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. ഇതൊക്കെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് ഒരുപാട് സമയം വേണം. ഞാൻ പൊതുവേ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും പറയും, പതുക്കെ പറയാവുള്ളൂ, കുറച്ചേ പറയാവുള്ളൂ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് കാല് വേദന എടുക്കത്തില്ല, വിശപ്പും എടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ വിട്ടു ഓടുകയാണ്. തീത്തോസ് 3:1 കൊടുത്തിരിക്കുന്നത്, സൽപ്രവൃത്തിക്ക് നാം ഒരുങ്ങിയിരിക്കണം. ആഹാ, സൽപ്രവൃത്തി ചെയ്യാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സൽപ്രവൃത്തി ഒരു അലങ്കാരവുമാണ്. ആ സൽപ്രവൃത്തിക്കായി നാം ഒരുങ്ങിയിരിക്കണം. എപ്പോഴാണ് ചെയ്യണം എന്നറിയത്തില്ല. എവിടെ ചെയ്യുവാനും നാം അടികൂടാത്തവരായി റെഡിയായിട്ടിരിക്കണം. നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കണം. ടക്ക് എന്ന് എടുത്ത് കൊടുക്കുന്നതായിരിക്കണം. നമ്മൾ സൽപ്രവൃത്തിക്കായി ഒരുങ്ങിയിരിക്കണം. മൂന്നാമത് തീത്തോസ് 2:7 നമ്മൾ വായിക്കുന്നത്, നമ്മുടെ സൽപ്രവൃത്തി എങ്ങനെയായിരിക്കണം? മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. മറ്റുള്ളവർ നമ്മെ കണ്ട് നാം മറ്റുള്ളവരെ കണ്ടല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ഒരു സത്യത്തിൽ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇറ്റ്സ് ഫ്രം ഗോഡ് ടു ദ ചർച്ച് ആൻഡ് ടു ദ വേൾഡ്. ഇത് തിരിച്ചല്ല കിട്ടോ. ലോകത്തിൽ നിന്ന് നാം പഠിക്കുന്നതല്ല, നമ്മെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം സൽപ്രവൃത്തി എന്താകുന്നു. ഇന്ന് ലോകത്തിൽ എന്തെല്ലാമോ സൽപ്രവൃത്തികൾ ഉണ്ടെന്നറിയാമോ? എത്രയോ പേര് എന്തെല്ലാമോ ചെയ്യുന്നുണ്ട്. അതും ഇവിടെ ഞാൻ ന്യൂകാസിൽ എനിക്ക് അത്ഭുതം തോന്നി. ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫ്രീ ആയിട്ട് ആഹാരം കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് ഹെയർ കട്ട് എടുക്കുന്നു, ഫ്രീ ആയിട്ട് എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്യുന്നു. എത്രയോ പേർക്ക് തുണികൾ കൊടുക്കുന്നു. പക്ഷേ സൽപ്രവൃത്തി എന്നുള്ളതിന് നാം മാതൃകയായിരിക്കണം. ദൈവമക്കളുടെ സൽപ്രവൃത്തി കണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. തീത്തോസ് 3:14 കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ 3:14 കൊടുത്തിട്ട്, സൽപ്രവൃത്തി ചെയ്യാൻ നാം പഠിക്കണം. സൽപ്രവൃത്തി ചെയ്യാൻ നാം പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. എഫേസ്യർ 2 കൊടുത്തിരിക്കുന്നത് ഒരു വിശേഷ കാര്യം. നാം എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് അറിയാമോ? അറിയത്തില്ലെങ്കിൽ എഫേസ്യർ 2:10 എടുത്ത് വായിച്ചു നോക്കുക. നാം സൽപ്രവൃത്തി ചെയ്യുവാനായിട്ടാണ് ക്രിസ്ത്യാനികൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വായിച്ചു നോക്ക് 2:10 വേഗത്തില്. മതി. അപ്പോ നാം സൃഷ്ടിക്കപ്പെട്ടതേ സൽപ്രവൃത്തി ചെയ്യുവാനാണ്. ക്രിസ്തേശുവിൽ നാം സൽപ്രവൃത്തി ചെയ്യുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതൊരു അലങ്കാരമാകുന്നു. അടുത്തതായിട്ട് ഒരു അലങ്കാരം, ഞാൻ വേഗത്തിൽ പോകുകയാണ്. എല്ലാം വിശദമായി പറയുവാൻ നമുക്ക് സമയമില്ലല്ലോ, കാരണം നേരെ കുറവ് കൊണ്ട്. സങ്കീർത്തനം 29:2
അവിടെ ഒരു വിശുദ്ധ അലങ്കാരത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 96:9, 1 ദിനവൃത്താന്തം 16:9, ചിലപ്പോൾ 16:29 നമ്മൾ വായിക്കുന്നു, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോട് നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം, ദൈവത്തെ നമസ്കരിക്കുന്നവരായിരിക്കണം. God said, I am holy, so you be holy. അപ്പോൾ ദൈവം വിശുദ്ധനായതുകൊണ്ട് നാമും വിശുദ്ധരായിരിക്കണം. അവൻ നമ്മെ വിശുദ്ധ വിളിയാതെ വിളിച്ചിരിക്കുന്നു. വിളി എങ്ങനെ വിശുദ്ധമാകുന്നത്? ദൈവം വിശുദ്ധനായതുകൊണ്ട് അവൻ ആ വിശുദ്ധ വിളിയാതെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മയും വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. നാം വിശ്വാസികളാകുന്നു. ഈ വിശുദ്ധി നമ്മിലേക്ക് കാണപ്പെടണം. നമ്മുടെ ആരാധനയിൽ വിശുദ്ധി കാണപ്പെടണം. നമുക്ക് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഒരുവനകത്ത് കയറി വന്നാൽ നമ്മിലുള്ള വിശുദ്ധി അവൻ കാണണം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 93:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിശുദ്ധി നിന്റെ ആലയത്തിൽ എന്നേക്കും ഉചിതം തന്നെ. ദൈവത്തിന് സ്തോത്രം. ഹീബ്രൂസ് 12:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. ലോകത്തിൻ്റെ വേഷം ഒരു നാൾ നാം ധരിക്കരുത്. ലോകവേഷങ്ങളെല്ലാം മാഞ്ഞു പോകുന്നു. കർത്താവിൻ്റെ വരവ് ആസന്നമായി. നാം വേറുപാട് അനുഷ്ഠിക്കണം. എല്ലാം നമുക്ക് വാങ്ങിക്കുവാൻ കഴിയും, എല്ലാം നമുക്ക് ചെയ്യുവാൻ കഴിയും. അതിൻ്റെതായ താലന്തുണ്ട്, മിടുക്കുണ്ട്, യോഗ്യത ഉണ്ട്. പക്ഷേ എല്ലാം ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ടതേ ചെയ്യാവുള്ളൂ, പറയേണ്ടതേ പറയാവുള്ളൂ, അലങ്കരിക്കേണ്ടത് മാത്രമേ അലങ്കാരമായിട്ട് കാണിക്കാവുള്ളൂ. എന്ത് ചെയ്യണമോ അത്. കാരണം നമ്മൾ നേരത്തെ വായിച്ചത് ഈ വിശുദ്ധ മണവാട്ടി ഭർത്താവിനായിട്ടാണ് അലങ്കരിച്ചത്. അപ്പോൾ നാം ചെയ്യുന്നതെല്ലാം യോഗ്യമുള്ളതായും ദൈവം പ്രസാദിക്കുന്നതാണോ? ഞാൻ പറയുന്നത് ദൈവത്തിന് പ്രസാദകരമാണോ? ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദകരമാണോ? എൻ്റെ അലങ്കാരം ദൈവത്തെ പ്രസാദിക്കുന്നതാണോ? അല്ലേ ഈ ലോകത്തിന് വേണ്ടിയാണോ? അടുത്തതായിട്ട് ഒരു അലങ്കാരത്തെക്കുറിച്ച് നാം വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 5-ാം വാക്യത്തിലെ ദൈവാലയത്തിൻ്റെ അലങ്കാരം. അവിടെ 2 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ സമയക്കുറവായത് കൊണ്ടാണ്. അവിടെ ഈ 2 കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഒന്ന്, മനോഹരമായ കല്ലുകൾ കൊണ്ടുള്ള അലങ്കാരം. 2, വഴിപാടുകൾ കൊണ്ടുള്ള ഒരു അലങ്കാരം. ആദ്യം ഞാൻ ഈ വഴിപാടുകളെ കുറിച്ച് പറയട്ടെ. 1 ദിനവൃത്താന്തം 29:9 ഇങ്ങനെ വായിക്കുന്നു, അവരെങ്ങനെയാണ് വഴിപാട് ചെലുത്തിയത്, വഴിപാട് കൊടുത്തത് എങ്ങനെയാണ്. അവിടെ 3 കാര്യങ്ങൾ കൊടുത്തു. 1, അവർ സന്തോഷത്തോടെ കൊടുത്തു. വായിച്ചു വേണമെങ്കിൽ വായിച്ചോ നിങ്ങൾ. 1 സന്തോഷത്തോട്, 2 ഏകാഗ്രത ഹൃദയത്തോട്, 3 മനഃപൂർവ്വമായി ഇവർ കൊടുത്തു. വായിച്ചാട്ടെ. 1 ദിനവൃത്താന്തം 29:9. മനഃപൂർവ്വമായി കൊടുത്തു എന്ന് മാത്രമല്ല, അവർ ഏകാഗ്ര ഹൃദയത്തോട് കൊടുത്തത് കൊണ്ട് അവർ സന്തോഷിച്ചു. സന്തോഷത്തോടെ കൊടുക്കണം, കൊടുത്തത് കൊണ്ട് സന്തോഷിക്കണം. 2 വഴി വെളിപ്പെടുത്തിയിട്ടുണ്ട് അവിടെ, അല്ലേ? കൊടുക്കുന്നതുകൊണ്ട് ഒരു സന്തോഷം, സന്തോഷത്തോടുള്ള കൊടുക്കുക. ഇതാണ് വഴിപാട് കൊണ്ടുള്ള അലങ്കാരം. ഇന്ന് ഞാൻ ഹരിപ്പാട് സൈഡിലെല്ലാം ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ചിലവർ ആ കാശെടുത്ത് വലിച്ചെറിഞ്ഞിട്ടങ്ങ് പോകും. അവിടെ ഒരു കാണിക്കപ്പെട്ടി കാണും. ആ ബസ് കണ്ടക്ടർ ബസ്സും അവിടെ ഒന്ന് നിർത്തും. കണ്ടക്ടറും ഡ്രൈവറും കൂടെ പോക്കറ്റിൽ നിന്ന് പൈസ വലിച്ചെറിയും. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നവരും പൈസ എടുത്ത് വലിച്ചെറിയും. ഇവിടെയും ചില ഇടങ്ങളിലെല്ലാം അങ്ങനെ വലിച്ചെറിയുന്നവർ ഉണ്ട്. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് വലിച്ചെറിയുന്ന കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോട് കൊടുക്കുക, കൊടുക്കുന്നതിൽ സന്തോഷിക്കുക. വിധവ കൊടുത്ത 2 കാശിലാണ് ദൈവം പ്രസാദിച്ചത്. അല്ലേലേ? ഇപ്പം മുകേഷ് അംബാനി വേണമെങ്കിൽ അവിടെ പോയാൽ 2 കോടി രൂപ ഇടാൻ ഒക്കുമായിരിക്കും.
പക്ഷേ ദൈവം പ്രസാദിക്കാൻ പോകുന്നത് ഈ 2 കോടിയിലല്ല, പിന്നെയോ ഈ 2 കാശിലാണ്, അല്ലെങ്കിൽ 2 പെന്നിയിലാണ്. 2 പൗണ്ട് പോലും അല്ല, 2 പെന്നിയിലായിരിക്കും ദൈവം പ്രസാദിക്കുന്നത്. കാരണം നീ നിന്റെ ഹൃദയം കൊണ്ട് കൊടുക്കുന്നുവെങ്കിൽ, നീ മനഃപൂർവ്വമായിട്ട് കൊടുക്കുന്നുവെങ്കിൽ, നീ സന്തോഷമായി കൊടുക്കുന്നുവെങ്കിൽ, നീ കൊടുക്കുന്നത് ദൈവത്തിനാണെങ്കിൽ ദൈവം അതിനെ പ്രസാദിച്ചിരിക്കും. അടുത്തുള്ളവൻ പ്രസാദിക്കത്തില്ല. അടുത്തുള്ളവൻ ഒരുപക്ഷെ നിന്നെ പുച്ഛമായിട്ട് കരുതുകയായിരിക്കും. പക്ഷെ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞു, ദൈവം നമുക്ക് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ആര് നമുക്ക് നോ പറയും? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമുക്ക് എതിരാകും? ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഞാൻ എന്ത് നോക്കണം? അടുത്തത് മനോഹരമായ കല്ലുകൾ കൊണ്ടുള്ള അലങ്കാരമാകുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 19 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ 12 വിലയേറപ്പെട്ട കല്ലുകളെയും കൂടാതെ പൊന്ന്, വെള്ളി ഇവ കൊണ്ടുള്ള അലങ്കാരത്തെക്കുറിച്ച് വായിക്കുന്നു. 1 പത്രോസ് 2:5 നാം ആ ജീവനുള്ള കല്ലുകളെക്കുറിച്ച് നാം വായിക്കുന്നു. നാമാണ് ആ ജീവനുള്ള കല്ലുകൾ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ മൂലക്കൽ, പിന്നെ 12 അപ്പോസ്തലന്മാർ എന്ന ആമേൻ അടിസ്ഥാന കല്ലുകൾ, അതിൻ്റെ മേലെ ജീവനുള്ള കല്ലുകളായി നാം പണിയപ്പെട്ട് വരുന്നു. ഇപ്പോൾ ദേവാലയം പണിയപ്പെട്ട് വരുന്നതിൻ്റെ ഒരു കല്ല് ഞാനുമാണ്, ഒരു കല്ല് നിങ്ങളുമാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇത് ജീവനുള്ള കല്ലാണ്. ദൈവത്തിന് സ്തോത്രം. 19-20 വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 12 കല്ലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദീർഘമായിട്ട് പറയുവാൻ സമയമില്ല, ഓടിച്ച് ഞാൻ ഒരു ചില കാര്യങ്ങൾ പറയാം. അവിടെ ഒന്നാമത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂര്യകാന്തമാണ്. ഈ സൂര്യകാന്തം എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയെയും പരിപൂർണത്തെയുമാണ് അത് വെളിപ്പെടുത്തുന്നത്. രണ്ടാമത്തത് നീലരക്തനം, അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ, ആ ദൈവസ്നേഹത്തിൽ നാം നിലനിൽക്കണം. അതുകൊണ്ട് ദൈവസ്നേഹത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത്. മാണിക്യം എന്നുള്ളത് വിശുദ്ധ ജീവിതത്തെയാണ് അത് കാണിക്കുന്നത്. നമ്മുടെ വിശുദ്ധ ജീവിതം ഒരു അലങ്കാരമാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നാലാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് മരതകമാണ്, അത് റീകൺസിലേഷൻ, അത് അനുരഞ്ജിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് അത് വെളിപ്പെടുത്തുന്നത്. നഖവർണ്ണി എന്നുള്ളത് ദൈവത്തിൻ്റെ അഗ്നിയെ, ഭക്തി, വൈരാഗ്യത്തെയാണ് അത് കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചുവപ്പ് കല്ല് എന്നുള്ളത് യേശുവിൻ്റെ രക്തത്തെ, അത് രക്ഷയാണ് അത് വെളിപ്പെടുത്തുന്നത്. പീതരക്തനം എന്നുള്ള കല്ല് വിശ്വാസത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത്. ഗോമേതകം എന്നുള്ള കല്ല് ദൈവിക ജ്ഞാനത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത്. പുഷ്പരാഗം എന്നുള്ളത് പ്രത്യാശയെ വെളിപ്പെടുത്തുന്നു. വൈഡൂര്യം എന്നുള്ളത് പ്രത്യാശയോട് കൂടിയുള്ള ദീർഘക്ഷമയെ അത് വെളിപ്പെടുത്തുന്നു. പത്മരാഗം എന്നുള്ള കണ്ണ് ദൈവത്തിൻ്റെ നീതി പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നു. അവസാനമായിട്ട് സുഗന്ധി എന്നുള്ളത് സോവറിനിറ്റി ഓഫ് ഗാഡ്, രാജരീകത്തെ അത് വെളിപ്പെടുത്തുന്നു. ഈ 12 കല്ലുകൾ കൊണ്ട് ദേവാലയം അനുഗ്രഹിക്കപ്പെട്ടു, അലങ്കരിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പൊന്ന് എന്നുള്ളത് ദൈവത്തിൻ്റെ മഹത്വത്തെ, ഗ്ലോറി ഓഫ് ഗാഡ്, അതിനെ വെളിപ്പെടുത്തുന്നു. സിൽവർ എന്നത് ഗാഡ്സ് ഗ്രേസിനെ, അത് ദൈവത്തിൻ്റെ കൃപയെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദേവാലയത്തിൻ്റെ പണിക്കായി ദാവീദ് ചിലതെല്ലാം ശേഖരിച്ചു. പൊന്നു, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല്, ഇവയെല്ലാമാണ് അവൻ ശേഖരിച്ചത്. ഈ പൊന്ന് എന്നുള്ളത് വിശ്വാസത്തെ കാണിക്കുന്നു. വെള്ളി എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയെ കാണിക്കുന്നു. താമ്രം എന്നുള്ളത് രക്ഷയെ കാണിക്കുന്നു. ഇരുമ്പ് എന്നുള്ളത് വിശ്വാസത്താൽ ഉളവാകും പ്രത്യാശയെ കാണിക്കുന്നു. മരം എന്നുള്ളത് ഉറച്ച തീരുമാനത്തെ വെളിപ്പെടുത്തുന്നു. കല്ലുകൾ എന്നുള്ളത് കൂട്ടായ്മയെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഉറച്ച തീരുമാനം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഉറച്ച തീരുമാനം? വീണ്ടും ഞാൻ നിങ്ങളുടെ ദേശത്തോട് തന്നെ ഞാൻ കടന്നു വരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. മൈക്കൽ ഫാരഡെ. കേട്ട് കാണും എന്ന് ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1791 to 1867 ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. 18th 19th സെഞ്ച്വറി കവറപ്പ് ചെയ്ത ആൾ. ഇംഗ്ലീഷ് കെമിസ്റ്റും ഫിസിക്സും. ഇവരുടെ മെയിൻ ഡിസ്കവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഡയമagnetism ആൻഡ് ഇലക്ട്രോലൈസിസ്. അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 2 തിമോത്തിയോ 1:12 കൊടുത്തിരിക്കുന്നതാണ്. I know whom I have believed
And I am persuaded that he is able to keep that which I have committed unto him against that day. മലയാളത്തിലൂടെ വായിച്ചാട്ടെ. ഞാൻ വിശ്വസിക്കുന്നാരെന്ന് ഞാൻ അറിയുന്നു. വായിച്ചാട്ടെ 2 തിമോത്തിയോ 1:12. ദൈവത്തിന് സ്തോത്രം. എഴുതിയിരിക്കുന്നത് കൊണ്ട് എല്ലാം നിങ്ങൾക്ക് വായിക്കുവാനും കഴിയുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു നാം അറിയും വേണം. നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിക്കുകയും വേണം. നമ്മളതിൽ ഉറച്ചു നിൽക്കുക വേണം. മരണപര്യന്തം അതിന് വിശ്വസിച്ച് അവനെ ആശ്രയിക്കണം. ഇതാണ് ഉറച്ച തീരുമാനം എന്ന് പറയുന്നത്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ദൈവം, ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവജനം, ഇവർ തമ്മിലുള്ള ഒരു ഐക്യതയെ അത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അടിച്ച് ഉറച്ച് ഉള്ള വിശ്വാസമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നാം വായിക്കുന്ന ഒരു അലങ്കാരം എന്നുള്ളത്, ഇത് തമിഴിലെ അലങ്കാരം എന്ന് കൊടുത്തിരിക്കുന്നു, മലയാളത്തിൽ ഭംഗി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒലിവ വൃക്ഷത്തിൻ്റെ ഭംഗിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹോസേയ 14:6 നാം അതിനെക്കുറിച്ച് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് ഒലിവ വൃക്ഷത്തിൻ്റെ, ഒലിവിൻ്റെ ഒരു അലങ്കാരമാകുന്നു, ഭംഗിയാകുന്നു. സങ്കീർത്തനം 52:8 നമ്മൾ വായിക്കുമ്പോൾ, വായിച്ചാട്ടെ വേഗത്തിൽ. 52:8. Praise the Lord. അപ്പോൾ ഈ ഒലിവിൻ്റെ അലങ്കാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദയയിൽ എന്നേക്കും ആശ്രയിക്കുന്നതെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആശ്രയം ക്രിസ്തുവിലായിരിക്കണം. അല്പസമയത്തേക്കല്ല, എന്നേക്കും നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. അത് ഒരു അലങ്കാരമാകുന്നു. സങ്കീർത്തനം 128:1-3 വരെ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മേശയിൽ ചുറ്റും ഒലിവ തൈകൾ പോലെ ആയിരിക്കും എന്ന് പറയുന്നത് അലങ്കാരം ലഭിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോവയ്ക്ക് ഭയന്ന് അവന്റെ വഴികളിൽ നടക്കുന്നത് കൊണ്ടുള്ള ഒരു അലങ്കാരമാകുന്നു. ദൈവത്തിന് സ്തോത്രം. റെവലേഷൻ 11:4 നമ്മൾ വായിക്കുമ്പോൾ 2 ഒലിവ മരങ്ങൾ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ഇത് ആരാണ്, എന്തുവാണ് എന്നാണ് ചോദ്യം വരുന്നത്. സഖറിയ 4:11-14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ 2 ഒലിവ മരങ്ങളെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് 2 അഭിഷിക്തന്മാരെന്നാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരാണ്. പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ഒരു വിശേഷ അലങ്കാരമാകുന്നു ഈ ഒലിവ മരത്തിൻ്റെ അലങ്കാരം അല്ലെങ്കിൽ ഭംഗി എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത അലങ്കാരം എന്നുള്ളത് വസ്ത്ര അലങ്കാരമാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ 52:1 കൊടുത്തിരിക്കുന്നത് അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 28:2 നാം വായിക്കുന്നത് അഹരോനും ആ പുരോഹിതന്മാർക്ക് അവിടെ അലങ്കാര വസ്ത്രങ്ങൾ അവർ അവിടെ ഉണ്ടാക്കി എന്ന് വായിക്കുന്നു. അവരെ അവർക്ക് എന്താ കൊടുത്തിരുന്നു? അലങ്കാര വസ്ത്രങ്ങൾ. അലങ്കാര വിശുദ്ധ വസ്ത്രമാണ് അഹരോനും പുരോഹിതന്മാർക്കും അവർ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പോൾ ഇവിടെ നിൽക്കണമെങ്കിൽ ആ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചവരായിരിക്കണം. അഹരോനെ പോലെ ഒരുവൻ കർത്താവിൻ്റെ വേലയ്ക്കായി വിളിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എത്ര DD എടുത്താലും BD എടുത്താലും MD എടുത്താലും ഉപയോഗമാകുകയില്ല. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോട് നിൽക്കുന്നവരായിരിക്കണം. അത് ദൈവത്തിൻ്റെ സ്തോത്രം മഹത്വത്തിന് കാരണമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പിന്നെ യെശയ്യാ 61:10 നമ്മൾ നേരത്തെ വായിച്ചല്ലോ, രക്ഷാവസ്ത്രം. അത് എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ ഇരിക്കുന്നവർക്കും ഇവിടെ നിൽക്കുന്നവർക്കും ഉള്ളതാണ് രക്ഷ എന്നുള്ള വസ്ത്രം. ലൂക്കോസ് 15:22 വായിക്കുന്നു, ഒരു മേൽത്തരമായ ഒരു അങ്കി കൊണ്ട് അവനെ ഉടുപ്പിച്ചു. ഇത് ആർക്കുള്ളതാണ്? മാനസാന്തരപ്പെടുന്നവർക്കുള്ളതാണ്. മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ പിതാവ് അവനെ ധരിപ്പിച്ച വസ്ത്രമാണ് ഒരു മേൽത്തരമായ ഒരു അങ്കി. മാനസാന്തരപ്പെടുന്നവർക്ക് ദൈവം തരുന്ന അങ്കിയാണ് മേൽത്തരമായ അങ്കി.
വെളിപ്പാട് പുസ്തകം 19:8 നമ്മൾ വായിക്കുന്നത് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റമില്ലാത്ത ഒരു ജീവിതം, ബ്ലെയിംലെസ് ലൈഫ് ഇൻ അവർ ലൈഫ്. ദാനിയേലെ കുറ്റം കണ്ടുപിടിക്കുവാൻ എതിരാളികൾക്ക് കഴിഞ്ഞില്ല, ഒന്നിനും കുറ്റം പിടിക്കുവാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞത് ഇവൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ലാതെ വേറെ ഒന്നിനും ഒരുത്തൻ പോലും കുറ്റം പറയരുത്. നമ്മുടെ ജീവിതം വിശുദ്ധമായി, നിഷ്കളങ്കമായി, കുറ്റമില്ലാത്തതായി, അത് വെടിപ്പുള്ളതായി കാണപ്പെടണം. അത് ഒരു അലങ്കാരമാകുന്നു. ദൈവത്തിന് സ്തോത്രം. സഖറിയ 3:4 നമ്മൾ വായിക്കുന്നു, ഒരു ഉത്സവ വസ്ത്രത്തെക്കുറിച്ച് വായിക്കുന്നു. എന്താണ് ഈ ഉത്സവ വസ്ത്രം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എസെക്കിയേൽ 43:12 പ്രത്യേകിച്ച് വായിക്കാതെ അതൊരു ആലയത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്നു. വായിച്ചാട്ടെ, വേഗത്തിൽ വായിക്കണമേ, സമയം എനിക്കില്ല. ചുറ്റിലും ദൈവത്തിന് സ്തോത്രം. ആലയത്തിൻ്റെ പ്രമാണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവ്വതവും അതിൻ്റെ മുകളിലും അതിൻ്റെ ചുറ്റിലും അതിൻ്റെ എല്ലാ ഇടങ്ങളിലും എന്തായിരിക്കണം? വിശുദ്ധി ഉണ്ടായിരിക്കണം. അതാണ് ആലയത്തിൻ്റെ പ്രമാണം. നാം ആര്? ദൈവത്തിൻ്റെ ആലയമാകുന്നു. നമ്മെ ദൈവത്തിൻ്റെ ആലയമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആലയ പ്രമാണത്തിൻ്റെ മുകളുണ്ട്, അതിൻ്റെ ചുറ്റിലും എല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ കാണിക്കുന്നു. അത് വിശുദ്ധമായിരിക്കണം. നമ്മുടെ ചിന്തകൾ വിശുദ്ധമായിരിക്കണം. നമ്മുടെ എണ്ണങ്ങൾ, നമ്മുടെ ചിന്തകൾ, നനവുകൾ വിശുദ്ധമായിരിക്കണം. നമ്മുടെ മുഴുവൻ ബോഡിയും, നമ്മുടെ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ദേഹം, ആത്മാവ് വിശുദ്ധമായിരിക്കണം. നമ്മുടെ കണ്ണ് വിശുദ്ധമായതേ കാണണം. നമ്മുടെ കൈകൾ വിശുദ്ധ പ്രവർത്തികൾ ചെയ്യണം. എൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കണമെങ്കിൽ എൻ്റെ ദൈവത്തിൽ വിശുദ്ധ കാര്യങ്ങളെ കാണാവുള്ളൂ. അശുദ്ധം അവിടെ കാണരുത്. ആലയത്തിൻ്റെ പ്രമാണമാണ് ഇത്. ഞാൻ ദൈവത്തിൻ്റെ ആലയമെങ്കിൽ ഞാൻ വിശുദ്ധനായിരിക്കണം. ദൈവത്തിന് വെളിപ്പാട് പുസ്തകം 3:5 ജയിക്കുന്നവന് ദൈവം വെള്ള ഉടുപ്പ് ധരിപ്പിക്കുമെന്ന് വായിക്കുന്നു. ഹല്ലേലൂയ. ഇത് ദൈവം നമുക്ക് തരുന്ന ഒരു അലങ്കാര വസ്ത്രമാകുന്നു. അതേ 3:21 വായിക്കുന്നത് ജയിക്കുന്നവന് സിംഹാസനം. ജയിക്കുന്നവന് മാത്രമേ ഉള്ളൂ സിംഹാസനം, അല്ലാത്തവനാ സിംഹാസനമില്ല. ലൂക്കോസ്, സമയം വേഗത്തിൽ പോകുന്നതുകൊണ്ട് ഞാനും അതിവേഗത്തിൽ ഓടാൻ ശ്രമിക്കാൻ ഞാനും ലൂക്കോസിൻ്റെ സുവിശേഷം 5:36 പുതിയ വസ്ത്രം എന്ന് കൊടുത്തിട്ടുണ്ട്. ആമേൻ. കൊലോസ്യർ 3:10 വായിക്കുന്നത് നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന്. 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നാം പുതിയ മനുഷ്യനെ ധരിക്കണം. നേരത്തെ എന്ത് ചെയ്തോ അതിപ്പോൾ ചെയ്യരുത്. നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പറയരുത്. നേരത്തെ നടന്ന വഴികളിൽ ഇപ്പോൾ നടക്കരുത്. നേരത്തെ കണ്ട കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ശുഭമായി ഇരിക്കത്തില്ല. നാം പുതിയ മനുഷ്യനെ ധരിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി നമ്മുടെ അകത്തിലും പുറത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നാം കാണപ്പെടണം. പുതിയ മനുഷ്യനെ ധരിച്ചവരായിരിക്കണം. ഇനിയൊരു അലങ്കാര വസ്ത്രം. ആമേൻ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 49:11 വായിക്കുന്നു, വീഞ്ഞിൽ അലക്കി കഴുകിയ വസ്ത്രം. അങ്ങനെ വല്ലതും ഉണ്ടോ? വീഞ്ഞിൽ അലക്കി കഴുകിയ വസ്ത്രം. പരിശുദ്ധാത്മാവിനാൽ കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ഒരു സന്തോഷമാണ് ഈ ആമേൻ വീഞ്ഞിൽ അലക്കി കഴുകിയ വസ്ത്രം എന്നുള്ളത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എസ്തർ 8:15 രാജവസ്ത്രത്തെക്കുറിച്ച് വായിക്കുന്നു. ഇത് മൊർദെഖായിക്ക് ആമീൻ നൽകപ്പെട്ട ഒരു വസ്ത്രമാകുന്നു രാജവസ്ത്രം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സഹോദര സംഘത്തിന് ഇഷ്ടനായിരുന്നു. 2 സ്വജനത്തിന് ഗുണകാംക്ഷിക്കുന്നവനായിരുന്നു. 3 അവൻ അനുകൂലവാദിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സമ്മതനായിരുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടാക്കുന്ന സമാധാന പ്രിയനായിരുന്നു. അങ്ങനെ നാം ആയിരിക്കുമ്പോൾ സമാധാനം ചെയ്യുന്നവർ ഭൂമിയെ രാജവസ്ത്രം ധരിപ്പിക്കുന്നവൻ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. മത്തായി സുവിശേഷം 22:12 കല്യാണ വസ്ത്രത്തെക്കുറിച്ച് വായിക്കുന്നു.
നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു. ആമേൻ, സ്തോത്രം. ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. പക്ഷേ എന്നാൽ സമയക്കുറവായതുകൊണ്ട് ആ വസ്ത്രങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് പിന്നെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ധരിച്ചു കൊള്ളുക. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ വസ്ത്രങ്ങളെല്ലാം എപ്പോഴാണ് നാം ധരിച്ച് അലങ്കരിച്ച് ഒരുങ്ങിയിരിക്കേണ്ടത്? കർത്താവിൻ്റെ വരവ് വന്ന ശേഷമോ, കാഹളം ധ്വനിച്ച ശേഷമോ, അവൻ മേഘാരൂഢനായി ഇറങ്ങി വന്ന് കയറ് മകനെ വണ്ടിയിൽ എന്ന് പറയുമ്പോഴാണോ അല്പനേരം വെയിറ്റ് ചെയ്യുക, എൻ്റെ കർത്താവേ ഞാൻ ഒരുങ്ങിയിട്ടില്ല, ഞാൻ പോയിട്ട് ഒരുങ്ങിയിട്ട് വരാം എന്ന് പറയുവാനാണോ? അല്ല. ദൈവത്തിന് സ്തോത്രം. എസ്തറുടെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ 12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, അവൾ അഗസ്വേരോസ് രാജാവിൻ്റെ മുന്നിൽ നിൽപ്പാനായിട്ട് ആ യുവതിക്ക് അവർ കൊടുക്കപ്പെട്ട സമയം 12 മാസമാകുന്നു. 1 വർഷമാണ് അവൾ എടുത്തത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആദ്യമായിട്ട് ഈ പെണ്ണുങ്ങളെയെല്ലാം ഹേഗായിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഹേഗായി വേണം ഇവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുവാൻ. അവൾ അതെല്ലാം ധരിച്ച് അതെല്ലാം അവിടെ ഇവിടെ പെയിൻറ്റും ഗീണ്ടുമെല്ലാം അടിച്ച് അവൾ അലങ്കരിക്കണം. ഇവിടെ അലങ്കാരം ഒരുപാടുണ്ടല്ലോ. ഒരിക്കൽ ഞാനിവിടെ സ്കൂളിൽ പോയി നോക്കി, ഒരു കൊച്ചു കുഞ്ഞിന് അവർ ഇവിടെ 2 സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഒരിക്കൽ ഞാൻ കണ്ടപ്പോൾ ഇവിടെ ഒരു കളറടിച്ചിരിക്കുന്നു, ഇവിടെ 2 പെയിൻറ്റ് പോലെ അടിച്ച് പൂച്ചയെ പോലെ ഒരു അലങ്കാരം ചെയ്തിട്ടുണ്ട്. വേറൊരു കൊച്ചിനെ ഞാൻ കണ്ടു, ഇവിടെ മുഖത്ത് മൊത്തം 1 2 3 4 5 XYABCD എന്ന് എന്തെല്ലാമോ മൊത്തം എഴുതിയിരിക്കുന്നു. മാത്സ് ടീച്ചർക്ക് അവളുടെ മുഖം മാത്രം കണ്ടാൽ മതി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഒരുപാട് അലങ്കാരങ്ങൾ അവരെല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടെ ഹേഗായിയുടെ കരങ്ങളിലാണ് ഏൽപ്പിക്കുന്നത്. അമ്മയുടെയും അപ്പൻ്റെയും കരത്തിലല്ല. ഈ ഹേഗായി എന്നത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ അടങ്ങിയിരുന്നു കൊണ്ട് അവൻ തരുന്ന അലങ്കാര വസ്ത്രങ്ങളെയും വസ്തുക്കളെയും വാങ്ങി അണിയിച്ചുകൊണ്ട്, ആമേൻ സ്തോത്രം, നാം ദൈവത്തിന് മുമ്പായി ഒരുങ്ങി നിൽക്കുന്നവരായിരിക്കണം. കാരണം ഇങ്ങനെയെല്ലാം ഒരുങ്ങിയാൽ മാത്രം പോരാ. അവിടെ ഒരുങ്ങിയ പെണ്ണുങ്ങൾ ഒത്തിരി പേരുണ്ട്. പക്ഷേ എന്നാൽ ഒരുങ്ങി രാജസന്നിധിയിൽ ചെയ്യുമ്പോൾ അവൻ ഓക്കേ, യു ആർ ഓക്കേ, ഐ ആം ഡബിൾ ഓക്കേ ഫോർ യു എന്ന് പറയണം. അല്ല എങ്കിൽ പോയ സ്പീഡിനെക്കാട്ടിലും അധിക സ്പീഡിൽ മടങ്ങി വന്ന് കുത്തിയിരിക്കേണ്ടി വരും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അവൻ്റെ വരവിൻ്റെ നാളും നാഴികയും അറിയായികയാൽ ഉണർന്നിരിപ്പീൻ എന്നാണ്. 13-ാം വചനത്തിലാണ്. അവൻ്റെ വരവ് എപ്പോഴാണ് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് വന്ന ശേഷം ഒരുങ്ങാം. അല്ലെങ്കിൽ ഇനിയും അരമണിക്കൂർ ഉണ്ടല്ലോ എന്നുള്ളതല്ല. ഇപ്പോൾ 10 മണിക്ക് ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര മണിക്കായിരിക്കും നമ്മൾ വരുന്നത്? 10 മണിക്കല്ലേ തുറക്കത്തുള്ളൂ. പാസ്റ്റർ 10 മണിക്ക് വരുമായിരിക്കും. മൈക്ക് സെറ്റിംഗ് എല്ലാം ചെയ്യുന്ന ആൾ 10:15 വരുമായിരിക്കും. എല്ലാം തുടങ്ങാൻ 10:30 ആകുമല്ലോ എന്നാണോ? ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കൊടുത്തിരിക്കുന്നത് അവൻ്റെ വരവിൻ്റെ നാളും നാഴികയും അറിയായികയാൽ. അപ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും ഉറങ്ങിയിരിക്കണമല്ലേ? ഉണർന്നിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഉറങ്ങിയിരിക്കണം പറഞ്ഞാൽ അതിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 10 കന്യകമാരുണ്ടായിരുന്നു. 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരും. ഞാൻ പല പ്രാവശ്യം വായിച്ചു നോക്കി കിട്ടോ. ബുദ്ധിയുള്ളവർ ബുദ്ധിയില്ലാത്തവർ വായിച്ചു നോക്കിയപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ 10 പേരും ഉറങ്ങുമായിരുന്നു. ഒരാൾ പോലും ഉണർന്നിരുന്നില്ല കേട്ടോ. ഇതിനെല്ലാം കുറിച്ച് പറഞ്ഞാൽ സമയം ഒരുപാട് പോകുന്നു. 10 പേർ ഉറക്കത്തിലായിരുന്നു. പിന്നെ അലാരം അടിച്ചപ്പോൾ 5 പേർ ഉണർന്നു, 5 പേർ ഉണർന്നില്ല. അവരോർത്തു ഇനിയും ഞാൻ അലാരം അല്പം ഇതായിട്ടാണ് വെച്ചിരിക്കുന്നത്, നീട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇനിയും 10 മിനിറ്റ് കൂടെ കിടന്ന് ഉറങ്ങാനുള്ള ആ സേഫ് പീരീഡ് വെച്ചാണ് ഞാൻ ഉറങ്ങിയിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് കിടന്ന് ഉറങ്ങുന്നവരുണ്ട്. ഇന്ന് രാവിലെ എഴുന്ന് പ്രാർത്ഥിച്ചവർ എത്ര പേരുണ്ട്? സ്തോത്രം. കൈപൊക്കിക്കുന്നില്ല. സ്തോത്രം. ആരെയും നാണം കെടുത്തുന്നതല്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൻ്റെ വരവും നാളും അറിയായെ കൊണ്ട് ഒരുങ്ങിയിരിക്കണം. ഇവിടെ 5 ബുദ്ധിയുള്ള കന്യകമാർ, അവർ ഒരുങ്ങിയിരുന്നവർ, ഉറങ്ങാത്തവരെന്നല്ല, ഒരുങ്ങിയിരുന്നവർ. 5 ബുദ്ധിയില്ലാത്ത കന്യകമാർ, അവർ ഒരുങ്ങിയിട്ടില്ലാത്തവരായിരുന്നു. ബുദ്ധിയില്ലാത്ത കന്യകമാർക്ക് കതവ് അടയ്ക്കപ്പെട്ടു, അവർ കൈവിടപ്പെട്ടു. കാഹളം ധ്വനിക്കാരായി നമ്മുടെ കർത്താവ് വരാറായി. ആമേൻ. നിങ്ങളെല്ലാവരും അലങ്കരിച്ച് ഒരുങ്ങിയിട്ടുണ്ടോ? സമയം കടന്നുപോയല്ലോ. കൺകളെ അടയ്ക്കാം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആമേൻ. കൺകളെ അടയ്ക്കാം. നമുക്കെല്ലാവർക്കും കൺകളെ അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. കാഹളം ധ്വനിക്കാരായി
കാഹളം ധ്വനിക്കാരായി. നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. If you lose heaven, you lose everything. If the heaven is lost, everything is lost. Are you ready? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനായി ഒരുങ്ങുക, പ്രത്യാശയോട് ജീവിക്കുക. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും താമസിക്കുമെന്ന് ഇനിയും കൈമടക്കി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? എൻ പ്രിയൻ മാർബിൽ ഞാൻ ചാരും നേരത്തെ, എൻ പ്രിയൻ മാർബിൽ ഞാൻ ചാരും നേരത്തെ, എന്തൊരിൻപം എന്തുമത് വന്യമല്ലത്, എന്തൊരിൻപം എന്തുമത് വന്യമല്ലത്. എൻ പ്രിയൻ മാർബിൽ ഞാൻ ചാരും നേരത്തെ, എന്തൊരിൻപം എന്തുമത് വന്യമല്ലത്. എന്താനന്ദം, എന്തു മോദമേ, ശുദ്ധരോട് ചേർന്ന ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ, ശുദ്ധരോട് ചേർന്ന ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും അനുഗ്രഹിക്കുകയും അവൻ്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ ഒരുക്കുകയും അവൻ്റെ വരവിൽ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും കൈവിടപ്പെടാതെ എല്ലാവരും അവനോടുകൂടെ എടുക്കപ്പെടുവാനുള്ള ഏറിയ ശ്രദ്ധയോടുള്ള വാഞ്ചയോടുള്ള ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയോടുകൂടെ അടിയനിരിക്കുകയാണ്. സമയം തന്ന ദൈവദാസനും നിങ്ങളെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവിടെ വിരമിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. Praise the Lord. എല്ലാവർക്കും ഇതിൽ നിൽക്കാം. Shall we all stand up? Praise God. ദൈവം നമ്മോട് സംസാരിക്കുകയായി. അവൻ നന്ദിയുള്ളതോടെ കർത്താവിനെ കൊച്ചാണ് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. Thank you Jesus. Thank you Father. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം 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 സ്തോത്രം. Hallelujah. അവർ കാണാൻ പാടി ദൈവത്തെ ആരാധിക്കാം. Praise God. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നു. ഉന്നതനായി ഒരുങ്ങുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. Praise God. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, ഒരു തുണി ജയമെടുത്തു വിരുദു പ്രാപിപ്പാൻ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, ഒരു തുണി ജയമെടുത്തു വിരുദു പ്രാപിപ്പാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറാ ഈ പാർത്തലം വിട്ട് സേരും പുരേ. ഓ കേൾക്കാറാ തൻ കാഹളധ്വനി നാം പോകാറാ ഈ പാർത്തലം വിട്ട് സേരും പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. ഓ കേൾക്കാറാ തൻ കാഹളധ്വനി നാം പോകാറാ ഈ പാർത്തലം വിട്ട് സേരും പുരേ. ഓ കേൾക്കാറാ തൻ കാഹളധ്വനി നാം പോകാറാ ഈ പാർത്തലം വിട്ട് സേരും പുരേ. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചു നിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോർ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. ഓ കേൾക്കാറാ തൻ കാഹളധ്വനി നാം പോകാറാ ഈ പാർത്തലം വിട്ട് സേരും പുരേ. ഓ കേൾക്കാറാ തൻ കാഹളധ്വനി നാം പോകാറാ ഈ പാർത്തലം വിട്ട് സേരും പുരേ.
പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ. അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം, പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ. അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ഓ ആനന്ദമേ നിത്യാനന്ദമേ, കാന്തനോടു വാഴും കാലം എത്രയാനന്ദം. ഓ ആനന്ദമേ നിത്യാനന്ദമേ, കാന്തനോടു വാഴും കാലം എത്രയാനന്ദം. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. അവൻ കേൾക്കാറായി തൻ കാഹളധ്വനി, പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും